നമസ്തേ. ഇന്ന് വിഷുഫലത്തെ കുറിച്ച് പറയുന്നതിനാണ് ഞങ്ങൾ രണ്ടുപേരും എത്തിയിട്ടുള്ളത്. അതിനു മുമ്പേ എല്ലാവർക്കും ഈ വിഷുദിനത്തില് വിഷുദിന ആശംസ. വിഷുഫലം എന്ന് പറയുമ്പോൾ അടുത്ത വിഷു വരെയുള്ള ഈ വിഷുവിന്റെ സംക്രമവുമായി ബന്ധപ്പെട്ട ഫലമാണ് ഈ വിഷുഫലം. അതേപോലെ ഞാൻ എല്ലാ മാസവും ഇടുന്ന നക്ഷത്ര ഫലങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, തുടർന്നും അത് കേൾക്കുക. അപ്പോൾ ഈ നക്ഷത്ര ഫലം, വിഷുഫലം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ജാതക ഫലവുമായി കണക്ട് ചെയ്താണ് ഈ ഫലങ്ങൾ അനുഭവിക്കപ്പെടുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ ഞങ്ങൾ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് ഏറ്റവും മോശമായ ഒരവസ്ഥയാണെന്ന് കരുതുക അടുത്ത ഒരു വർഷത്തേക്ക്. അങ്ങനെ മോശമായ ഒരു ഫലം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കണ്ട, ഓ എന്റെ ഈ വർഷം മോശമാണല്ലോ എന്ന് കരുതണ്ട. നിങ്ങളുടെ ജാതകത്തിൽ ഈ ഒരു വർഷം നല്ലത് അനുഭവിക്കാനാണ് യോഗമെങ്കിൽ ഈ ഒരു വർഷം ഞങ്ങൾ പറയുന്ന ആ മോശ ഫലം മുഴുവൻ അനുഭവിക്കപ്പെടില്ല. മറിച്ച് നിങ്ങളുടെ ജാതകത്തിലെ ഗുണഫലത്തെ അല്പം കുറയ്ക്കും, അതോടൊപ്പം ഈ പറയുന്ന ദോഷഫലത്തെയും അല്പം കുറയ്ക്കും. അപ്പൊ മധ്യമാവസ്ഥയിലായിരിക്കും എന്നർത്ഥം. അപ്പൊ ജാതക ഫലമാണ് ശരിക്കും ഇതിന് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഫലമാണ് ജീവിതത്തിൽ അനുഭവിക്കുക എന്ന കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് ആമുഖമായിട്ട് പറയുകയാണ്. ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം അല്ലേ? അശ്വതി നക്ഷത്രത്തിന്റെ ഭാഗമാണ്. അശ്വതി നക്ഷത്രത്തിന് ശുഭഫലങ്ങൾക്കായിരിക്കും ഈ വർഷം മുൻതൂക്കം കൂടുതല്. അവർക്ക് തൊഴിൽ രംഗത്ത് പുരോഗതി, അനുകൂല മാറ്റങ്ങളും ഒക്കെ ഈ വർഷം ഉണ്ടാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സമയം കൂടിയാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോവുക ഈ വർഷം. പിന്നെ ഇരുമ്പ്, കമ്പി മുതലായവയുടെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. മൃഗസംരക്ഷണ മേഖലയൊക്കെ ആയിട്ട് ബന്ധമുള്ളവർ അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവര് കൂടുതൽ ശ്രദ്ധിക്കുക. അലർജി രോഗങ്ങള്, ഒരു ഉന്മേഷക്കുറവ്, ഈ വക രോഗങ്ങളൊക്കെ ആരോഗ്യ കാര്യത്തില് മധ്യമാവസ്ഥയിലായിരിക്കും ഉണ്ടാക്കുന്നത്. എങ്കിലും ശുഭഫലങ്ങൾക്കായിരിക്കും ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക്. അപ്പൊ നമുക്കിനി ഭരണി നക്ഷത്രത്തെ കുറിച്ച് നോക്കാം. ഇത് വളരെ സമയമെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായി ഇരുന്ന് വളരെ ശ്രമകരമായി തയ്യാറാക്കിയിട്ടുള്ള ഫലമാണ്. അപ്പോ ഭരണി നക്ഷത്രത്തെ കുറിച്ച് നോക്കാം. ഭരണി നക്ഷത്രത്തില് പൊതുവെ വ്യാപാര വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത്. അത് തൊഴിൽ രംഗം പൊതുവെ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമാണെന്ന് പറയണം. തൊഴിൽ രംഗത്ത് ഈ മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവരുടെ ഉപരിപഠന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. ഇതെല്ലാം അനുകൂലമാണെങ്കിലും തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ വന്നപ്പെടും. അതേപോലെ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയവുമാണ്. അതേപോലെ തൊഴിൽ മേഖലകളിൽ നന്നായി ആലോചിച്ച് വേണം പുതിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ. അതേപോലെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ശരിക്കും ആലോചിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ആലോചിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ സാമ്പത്തിക രംഗത്താണെങ്കിൽ കടബാധ്യതകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കുറച്ച് തീർക്കാൻ കഴിയുന്ന അവസരമുള്ള ഒരു സമയമാണ്. കുടുംബ ജീവിതത്തില് ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന വർഷമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ വളരെ ക്ഷമ ഒന്ന് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കഴിയുന്നതും ഈ ഭരണി നാളുകാർ ഒന്ന് പുറത്തേക്ക് പോകാൻ ശ്രദ്ധിക്കുക. കുടുംബത്തില് ചെറിയ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും കുറയാൻ ക്ഷമാശീലം പരിശീലിക്കുന്നത് നല്ലതാണ്. കഠിന പരിശ്രമവും അതിനുള്ള ഫലം ലഭിക്കാതെ വരുന്നതുമായ ഒരു സമയമാണ്. അപ്പൊ കുറച്ച് പരിശ്രമം കൂടണം എന്നർത്ഥം. ഞാൻ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം കിട്ടണം എന്നുള്ള വാശി ഒഴിവാക്കുക. ത്വക്ക് രോഗം, മനോരോഗം, ശ്വാസകോശ രോഗം എന്നിവയുള്ള ആളുകള് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് പൊതുവെ അനുകൂലമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇനി പലരും ചോദിക്കുന്നതിന്റെ പരിഹാര കർമ്മങ്ങളൊക്കെ ഇല്ലെന്നാണ്. പരിഹാര കർമ്മങ്ങൾ പല വിധത്തിലുണ്ട്. യന്ത്രധാരണം ഒരു പരിഹാര കർമ്മമാണ്.
ക്ഷേത്ര ദർശനം മറ്റൊരു പരിഹാര കർമ്മമാണ്. പൂജാവിധികൾ, ഹോമവിധികളൊക്കെ പരിഹാര കർമ്മമാണ്. പക്ഷെ ഈ പരിഹാര കർമ്മമൊക്കെ ജാതകവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണെങ്കിലാണ് അത് ചെയ്ത ഫലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറെ യന്ത്രമൊക്കെ മേടിച്ച് ശരീരത്തിൽ ധരിച്ച ആ യന്ത്രവും ചുവന്നുകൊണ്ട് നടക്കാം എന്നല്ലാതെ മറ്റു ഫലവും ഒന്നും കിട്ടില്ല. അത് ജാതകവുമായിട്ട് അനുകൂലമാണെങ്കിലാണ് ഈ ഫലം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പരിഹാര കർമ്മങ്ങൾ പറയുന്നില്ല. പരിഹാര കർമ്മങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ യന്ത്രം ധരിക്കണം, അങ്ങനെ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ പരിഹാര കർമ്മങ്ങൾ പറഞ്ഞു തന്നാൽ അത് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ പരിഹാരത്തിന് ഫലം കിട്ടിയില്ല എന്ന് നിങ്ങൾ പരാതി പറയുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ ജാതകം വളരെയധികം ശ്രദ്ധിക്കുക. ജാതകം ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നതാണെങ്കിൽ അവര് ഒരു പ്രശ്നവിധി പ്രകാരം ഒന്ന് പ്രശ്നമൊക്കെ നോക്കി അപ്പോഴത്തെ ആ ദോഷഫലങ്ങളൊക്കെ കണക്ക് കൂട്ടി പ്രശ്നവിധി പ്രകാരമുള്ള പരിഹാരം കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേണം പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് പരിഹാര കർമ്മങ്ങൾ ഞങ്ങൾ പറയുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഭരണി നക്ഷത്രത്തിന് കർമ്മരംഗം പൊതുവെ അനുകൂലമാണെന്ന് അറിയുക. അടുത്ത നക്ഷത്രത്തെ കുറിച്ച് സജിനിയസ് ജ്യോതിഷം പറയുന്നതായി. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം തൊഴിൽ രംഗത്ത് മേന്മയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന വർഷമാണ്. പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ വർഷവും കൂടിയാണിത്. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണം ചെയ്യുന്ന വർഷമാണ്. എന്നാൽ ധനപരമായ കാര്യങ്ങൾ ശരിയായ തീരുമാനങ്ങളും ശ്രദ്ധയും നിയന്ത്രണവും വേണം. കിട്ടാനുള്ള ഫലം തിരികെ കിട്ടാൻ കാലതാമസം ഈ വർഷം ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമാണ്. കാരണം അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ഈ വർഷം ഉണ്ടാകും. അടുത്തത് നമ്മള് രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ രോഹിണി നക്ഷത്രത്തിന്റെ വിഷുഫലം എന്ന് പറഞ്ഞാല് പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കാൻ അവസരം കിട്ടുമെന്ന ഒരു നല്ല വാർത്തയാണ് അവർക്കുള്ളത്. അതുപോലെ കുടുംബജീവിതം പൊതുവെ അനുകൂലമാണ്. ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണിത്. അതേപോലെ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ സമയം. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രക്ഷകർത്താക്കളൊന്ന് ശ്രദ്ധിക്കുക. അലസത, മടി എന്നിവ മൂലം ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ നാളുകാരായ വിദ്യാർത്ഥികൾ കൂടുതൽ പഠന കാര്യത്തില് ഒന്ന് ശ്രദ്ധിക്കണം. അലസതയും മടിയൊക്കെ മാറ്റിവെക്കാൻ ഒരു പരിധി വരെ ശ്രമിക്കുകയും ചെയ്യണം. ധനപരമായ കാര്യങ്ങളും ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം, രോഹിണിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല. അവർക്ക് പല തടസ്സങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് രോഹിണിക്ക്. അതുപോലെ പലതും വെട്ടി തുറന്ന് പറയുന്ന ഒരു ശീലമുള്ള ഈ രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ അതൊന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മറ്റു പലരിൽ നിന്നും ശത്രുത ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടെ ഉള്ള ഒരു നക്ഷത്രമാണ് ഇപ്പോ ഈ വിഷുഫലത്തില്. അടുത്ത വർഷം ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രത്തിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കുക. അടുത്ത നക്ഷത്രത്തെ കുറിച്ച് മകീരം നക്ഷത്രക്കാരിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽ മറ്റു മേഖലകളിലേക്ക് കൂടി മാറാവുന്ന വർഷമാണിത്. പുതിയ പദ്ധതികളും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഈ വർഷത്തിൽ ഉണ്ടാവും. എങ്കിലും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ച് ചെയ്യുക. വ്യക്തിപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള വർഷമാണിത്. സുഹൃത്തുക്കളുമായുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൂടുതൽ വേണം. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. പറയേണ്ടതേ പറയാവൂ എന്നർത്ഥം. മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിൽക്കുക. വിവാഹാദി കാര്യങ്ങൾക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകാവുന്ന വർഷം കൂടിയാണ്. കുടുംബത്തിന് അസ്വസ്ഥത ഉണ്ടാകാവുന്ന വർഷമായതുകൊണ്ട് ജാഗ്രതയോടെ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് പോകും. നമുക്ക് തിരുവാതിര നക്ഷത്രത്തെ കുറിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണെന്ന് പറയണം. അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ലോട്ടറി എടുത്തിട്ട് അടിച്ചില്ല എന്നൊന്നും പറയരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമാന്യമായ ജീവിതത്തിൽ നമുക്ക് ചില ഭാഗ്യവും ഒക്കെ ഉണ്ടാകും എന്നർത്ഥം. പുതിയ പ്രവർത്തന മേഖല അതൊക്കെ കണ്ടെത്താൻ കഴിയുന്നതും തുടങ്ങാൻ കഴിയുന്നതുമായ ഒരു സമയമാണ്. വ്യാപാര വ്യവസായ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ്. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഈ സമയത്ത് അതിനുള്ള യോഗമുണ്ട്. വീട്, ഭൂമി എന്നിവയൊക്കെ വാങ്ങാൻ കഴിയുന്ന
ഒരു വർഷവും കൂടെയാണിത്. കുടുംബ ജീവിതവും പൊതുവെ അനുകൂലമാണ്. അകന്നു പോയ പല ബന്ധങ്ങളെയും കൂട്ടിച്ചേർക്കാൻ ഈ വർഷം ശ്രമിച്ചാൽ നടക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷുഫലം പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അടുത്ത ഉണർത്തും നക്ഷത്രക്കാർക്കും ഈ വിഷുഫലം അനുകൂലമാണ്. ശ്രദ്ധിച്ചു പോയാൽ ഈ വർഷം പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളിലും ഒരു നേതൃത്വ സ്ഥാനത്തൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന വർഷമാണ്. തൊഴിൽ രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന വർഷമാണ്. പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന വർഷമാണിത്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഗുണകരമായ വർഷമാണ്. കുടുംബത്തിൽ മംഗള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള വർഷമാണിത്. ധനരംഗത്ത് അപ്രതീക്ഷിതമായ നഷ്ടം വരാവുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പാഴ്ചിലവുകൾ വരാവുന്ന വർഷമാണ്. സ്വയം വിവാദങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിൽക്കുക. പൊതുവെ ആരോഗ്യനില ഈ വർഷം തൃപ്തികരമായിരിക്കും എന്ന് പറയാം. അടുത്ത നമ്മൾ പൂയം നക്ഷത്രത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചില അനുകൂലമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു വർഷമാണെങ്കിലും പൊതുവെ ക്ലേശങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് പൂയം നക്ഷത്രക്കാർക്ക്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസവും കലഹവും, അതേപോലെ ചിലപ്പോൾ അകന്ന് മാറി ഭാര്യാഭർത്താക്കന്മാരും ഒക്കെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ നാളുകാർക്ക് ഉണ്ടാകാം. വിദ്യാർത്ഥികളാണെങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെ ഓരോ കാര്യവും ചെയ്യേണ്ട സമയമാണ്. പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം. ധനപരമായ നേട്ടം ഉണ്ടാകുന്നത് പോലെ തന്നെ ധനപരമായ നഷ്ടവും ഈ നാളുകാർക്ക് ഉണ്ടാകും. ആരോഗ്യനിലയും അത്ര അനുകൂലമല്ല. ചുരുക്കി പറഞ്ഞാൽ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം അത്ര അനുകൂലമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല എന്നർത്ഥം. നമുക്ക് അടുത്ത നക്ഷത്രത്തെ കുറിച്ച് നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ഈ നക്ഷത്രക്കാരിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർ അവരുടെ തൊഴിലൊക്കെ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ ചെയ്യണം. കാരണം തൊഴിൽ രംഗത്ത് നേരിയ തടസ്സവും സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സവും ഈ ഒരു മന്ദതയൊക്കെ ഉണ്ടാകാവുന്ന വർഷമാണ്. അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ഈ വർഷം ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ധനനഷ്ടവും ക്ലേശങ്ങളും ഉണ്ടാകാവുന്ന വർഷമാണ്. ഇതിൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സമ്മർദ്ദങ്ങളൊക്കെ കുറയുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായ ഒരു വർഷമല്ല ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ തന്നെ നമുക്കിനി മകം നക്ഷത്രത്തെ കുറിച്ചാണ്. മകം നക്ഷത്രക്കാർക്ക് പഠിച്ച വിദ്യയില് മേന്മയും തൊഴിലും കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയമാണ്. അതേപോലെ പുതിയ പ്രവർത്തന മേഖലകളിലൊക്കെ വിജയം കണ്ടെത്താൻ കഴിയും. ഗ്രഹനിർമ്മാണ രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണിത്. അതേപോലെ ഭൂമി വാങ്ങാൻ കഴിയും. വാഹനമൊക്കെ വാങ്ങണവർക്ക് അത് വാങ്ങാൻ കഴിയുന്ന കാലമാണ്. വിവാഹ കാര്യങ്ങളിലും പൊതുവെ ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ അപകടങ്ങൾ മൂലം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് എന്ന് മനസ്സിലാക്കുക. വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അപകടകരമായ തൊഴിലുകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു മുൻകരുതലുകൾ, ഒരു ശ്രദ്ധ ഒക്കെ ഉണ്ടാകണം. വാഹനം ഓടിക്കുമ്പോൾ അലസമായി വാഹനം ഓടിച്ചു പോകരുത്. അനുകൂലമല്ലാത്ത സമയമാണ് എന്നാണ്. ഇതിൽ ധനപരമായും അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. അമിത ചിലവൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് ഈ നക്ഷത്രഫലം അല്ലെങ്കിൽ വിഷുഫലം എന്നിവ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാല് ദോഷമായിട്ട് വരുന്ന ചില സമയങ്ങൾ ഉണ്ടാകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊന്ന് മുൻകരുതൽ എടുക്കാൻ കഴിയും. ഒരു അപകടം ഉണ്ടാകുമെന്ന് അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അമിതമായ വേഗതയിൽ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ പലതിനെയും നമുക്ക് നമ്മുടെ കരുതൽ കൊണ്ട് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന കഴിയുമെന്നുള്ളതാണ് ഈ നക്ഷത്ര ഫലങ്ങളുടെ വിഷുഫലങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജാതക ഫലവും അത് തന്നെയാണ്. ഇതാണ് പൂരം നക്ഷത്രത്തിന് ഈ വർഷം അനുകൂലമായ വർഷമാണ്. തൊഴിൽ രംഗത്ത് ഗുണം, വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഗുണപരമായ വർഷമാണ്. വിദേശ തൊഴിലിനും അനുകൂല സമയമാണ്.
പുതിയ ഭൂമി വാങ്ങുന്നതിന്, പുതിയ വാഹനം ഇതൊക്കെ വാങ്ങുന്നതിന് അനുകൂലമായ വർഷമാണ്. കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബത്തിലും അനുകൂലമായ അവസ്ഥയാണ് ഈ വർഷം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും ഈ വർഷം. നക്ഷത്രക്കാർക്ക് ഗുണം തന്നെയാണ് വർഷം. ഉത്തരം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. തൊഴിൽരംഗത്ത് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു വർഷമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ച് തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷം. അപ്രതീക്ഷിതമായ പ്രതികൂല കാലാവസ്ഥകൾ തൊഴിൽ രംഗത്ത് വരുന്ന ഒരു വർഷം. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട? ഇത്രയാണെന്ന് പറഞ്ഞാൽ തൊഴിൽ രംഗത്ത് ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ തന്റെ മുകളിലുള്ളവരൊക്കെ ആയിട്ട് പരമാവധി കലഹങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണെങ്കിലും അവരുമായിട്ടൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തൊഴിൽ രംഗത്തുള്ളവരൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത്. അപ്പോ കുടുംബ ബന്ധങ്ങളിലും നമ്മൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ ആ കുടുംബ ബന്ധത്തെ നമ്മൾ സമീപിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം. പൊതുവെ അനുകൂലമല്ലാത്ത ഒരു വർഷമായിരിക്കും ഉത്തരം നക്ഷത്രത്തെ കുറിച്ച് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉത്തരം നക്ഷത്രക്കാരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. ഉത്തരം നക്ഷത്രക്കാർക്ക് വർഷാദ്യം അത്ര സുഖകരമായ അവസ്ഥകളൊന്നും ആയിരിക്കില്ല. പല കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധക്കുറവ് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന വർഷമാണിത്. എന്ത് കാര്യത്തിനും അവസാന നിമിഷത്തിൽ തടസ്സങ്ങൾ നേടാവുന്നതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എങ്കിലും തൊഴിൽ മേഖലയിൽ അനുയോജ്യമായ പരിവർത്തനങ്ങളും ഈ വർഷം സംഭവിക്കാം. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ വർഷമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. കുടുംബത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഈ വർഷം ഉണ്ടാകും. ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരു ആത്മബന്ധവും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്ക് അടുത്ത നക്ഷത്രത്തെ കുറിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിന് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷം എന്നറിയുക. തൊഴിൽ രംഗത്താണെങ്കിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ജാതകവും ഇതിന് അനുകൂലമാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് തൊഴിൽ രംഗത്തൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. വ്യാപാര വ്യവസായ രംഗത്തും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന പുതിയ ബന്ധങ്ങളെ കണ്ടെത്തുന്നതിനും അത് ഊട്ടി ഉറപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഈ വർഷം ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണകരമായ ഒരു സമയമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഗുണകരമായ പല നേട്ടങ്ങളും ഉണ്ടാക്കാവുന്ന ഒരു വർഷമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് എന്നറിയുക. ഒന്ന് ഒത്തുപിടിക്കൂ. നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഈ വർഷം ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നല്ല ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ചോതി നക്ഷത്രത്തിന് ഈ വർഷം അനുകൂലമായ സമയം തന്നെയാണ്. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വർഷം സഫലമാകാൻ അനുകൂല സമയമാണ്. പുതിയ തൊഴിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകും. വസ്തുക്കൾ വാഹനം വാങ്ങുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ്. അതിനുള്ള യോഗമൊക്കെ ഈ വർഷം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അനുയോജ്യമായ വർഷം തന്നെയാണ്. ജീവിതത്തില് യാദൃച്ഛികമായിട്ടുള്ള സുഖബന്ധങ്ങളും ഈ വർഷം ഉണ്ടാകും. നമുക്ക് വിശാഖം നക്ഷത്രത്തിന്റെ നോക്കാം. വിശാഖം നക്ഷത്രത്തിന് തൊഴിൽ രംഗത്ത് പുരോഗതി കുറയുന്ന ഒരു സമയമാണ്. പുതിയ തൊഴിൽ നേടിയെടുക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകും. അതേപോലെ തൊഴിൽ രംഗത്ത് നിശ്ചലാവസ്ഥയും നിങ്ങൾക്ക് അനുഭവപ്പെടും. പുതിയ പ്രവർത്തനങ്ങൾക്ക് അത്ര അനുയോജ്യമല്ലാത്ത ഒരു കാലഘട്ടമാണ്. അതിന് അമിതമായ ആത്മവിശ്വാസം ചില അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടെയാണിത്. ധനപരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു വർഷമാണ്. കുടുംബ ജീവിതത്തില് ഒരു സ്വസ്ഥത കിട്ടുന്ന ഒരു കാലമാണ്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ പറഞ്ഞാൽ ഇത് ഈ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം അത്ര അനുകൂലമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അനിഴം നക്ഷത്രത്തിന് അത്ര അനുകൂലമല്ല സമയം ഈ വർഷം. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് ഈ വർഷം.
എങ്കിലും ജീവിതത്തിൽ അപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന വർഷമാണ്. വൈഷമ്യം ഉണ്ടാക്കിയിരുന്ന പല കാര്യങ്ങളിലും വർഷ അവസാനമാകുമ്പോഴേക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങും. ഗുണപരമായ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. പുണ്യപ്രവൃത്തികളിലൊക്കെ ഈ വർഷം കുറിച്ച് താല്പര്യം കൂടുന്ന വർഷമാണ്. തൊഴിൽ രംഗത്ത് പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കാം. കുടുംബ അന്തരീക്ഷവും വലിയ പ്രശ്നങ്ങളില്ല വിഷുഫലം സംബന്ധിച്ചു. എങ്കിലും സ്വജന വിരോധവും വാഹന അപകടങ്ങളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട അപമാനവും ധനനാശവും എന്നുള്ളതും ഏറെ ശരിക്കാലായതുകൊണ്ട് തള്ളിക്കളയാനും ആവില്ല. എന്നുള്ളത് കൊണ്ട് ഈ വർഷം വളരെ കരുതലോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഞാൻ നഷ്ടപ്പെട്ടു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി അത്ര അനുകൂലമല്ലാത്ത ഒരു വർഷമായിരിക്കും ഈ വിഷുഫലം കൊണ്ട് നമുക്ക് ലഭിക്കുക. അപകടങ്ങളും കേസുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയവുമാണിത്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. കാരണം കുടുംബ കലഹത്തിനും സ്വജന വിരോധങ്ങൾക്കും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രത്തിന്. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. അതേപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ധനനഷ്ടവും തൊഴിൽ നഷ്ടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ വികസന പ്രവർത്തനങ്ങളൊന്നും തൊഴിൽ രംഗത്ത് ഈ സമയത്ത് ജാതകം കൂടെ മോശമാണെങ്കിൽ ഒട്ടും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നതാണ്. ആ ബന്ധങ്ങളുടെ എല്ലാം ഗുണഫലം ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സമയം നന്നാവുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. അപ്പൊ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു വർഷം നിങ്ങൾ ശ്രമിക്കുക. അതാണ് ഞങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രക്കാരോട് നിർദ്ദേശിക്കാനുള്ളത്. മൂലം നക്ഷത്രത്തിന് ഈ വർഷം അത്ര അനുകൂലമായ ഒരു സമയമല്ല. സംഭാഷണത്തില് വളരെ കരുതലും ശ്രദ്ധയും വേണ്ട വർഷമാണിത്. കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ കൂടും. കർമ്മരംഗത്ത് തടസ്സവും തൊഴിൽ നഷ്ടവും സംഭവിക്കാവുന്ന വർഷമാണ്. ആലോചനയില്ലാതെയും അശ്രദ്ധയും മൂലം ഉള്ള പ്രവൃത്തികളും വാക്കുകളും മനസ്വസ്ഥത കുറയ്ക്കാവുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ സംഭാഷണത്തിൽ വളരെ കരുതലും നിയന്ത്രണവും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക. അത് ആരോടായാലും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക. അപ്രതീക്ഷിത രോഗാവസ്ഥകളും ഉണ്ടാകാവുന്ന വർഷമായതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ മൂന്ന് നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. നമുക്ക് പൂരാട നക്ഷത്രത്തെ കുറിച്ച് നോക്കാം. പ്രവർത്തന രംഗത്ത് ഒരു മാന്ദ്യം അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് ഇവർക്ക്. അതേപോലെ സ്ഥാനമാനം, ജനങ്ങളുടെ അംഗീകാരം എന്നിവയെല്ലാം ഇവർക്ക് ലഭിക്കും. മറ്റുള്ളവരുടെ ഇടയ്ക്ക് നല്ല ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന് അറിയുക. അതുപോലെ പുതിയ തൊഴിൽ ലഭിക്കുവാൻ കാലതാമസമുണ്ട്. അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട ചില ശിക്ഷാ നടപടികളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടെയാണിത്. കച്ചവടം മുതലായവ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്കും ഈ വർഷം അനുകൂലമല്ല. അകന്നു നിൽക്കുന്നവരെ തമ്മിൽ യോജിപ്പിലെത്താവുന്ന ഒരു കാലഘട്ടമാണിത്. കുടുംബ ബന്ധങ്ങളിലൊക്കെ അകന്നു നിൽക്കുന്നവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഈ സമയത്ത് ഈ നാളുകാർക്ക് കഴിയും. ആരോഗ്യപരമായി മാത്രം അനുകൂലമായിരിക്കില്ല ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം. പൊതുവെ പറഞ്ഞ ചില രംഗങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ചില രംഗങ്ങളിൽ അനുകൂലമല്ലാത്ത ഫലങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് പൂരാടംകാർക്ക്. ഒരു സമ്മിശ്രാവസ്ഥയായിരിക്കും പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ശ്രദ്ധിച്ചാൽ ഗുണം കിട്ടാവുന്ന വർഷമാണ്. അധ്വാന ഭാരം കൂടുന്ന വർഷമാണ്. കാരണം പുതിയ തൊഴിൽ വികസനം, സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അതിലെ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താവുന്ന സമയമാണ്. സ്ഥാനമാനങ്ങളും ജനപ്രീതിയും ഒക്കെ ഉണ്ടാകാവുന്ന വർഷം കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിൽ നിർണായക തീരുമാനം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു നിർണായക തീരുമാനം ഉണ്ടാക്കുന്ന അപ്രതീക്ഷിതമായ ബന്ധങ്ങൾക്കും സാധ്യത ഉള്ള വർഷമാണിത്. എങ്കിലും അശ്രദ്ധ മൂലം, അലസത മൂലം തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളും മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് മാനഹാനിക്കും യോഗമുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാൽ ഈ വർഷം ഗുണങ്ങളുണ്ടാവും. തിരുവോണം നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൊതുവെ ഒരു അനുകൂലമായ കാലം എന്ന് നമുക്ക് തിരുവോണ നക്ഷത്രക്കാർക്ക് പറയേണ്ടി വരും. ഈ വിഷുഫലം സൽകീർത്തിയും ധനലാഭവും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടം ഉണ്ടാക്കാൻ
നല്ല പഠന നിലവാരമുണ്ടാക്കാൻ പുതിയ കോഴ്സുകളിലൊക്കെ ചേരാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. വിവാഹത്തിനൊക്കെ ഈ സമയം വളരെ അനുകൂലമായ ഒരു സമയമാണ്. അതുപോലെ വീട്, ഭൂമി എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു വർഷം കൂടെ ആയിരിക്കും ഇത്. ഉപരിപഠന രംഗത്തും ഇത് ഒരു വഴിത്തിരിവായി തീരും. വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂലമായതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് അനുകൂലമല്ലാത്ത പ്രവൃത്തികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് തിരുവോണക്കാർക്ക്. അതുകൊണ്ട് വളരെയധികം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ മൂലം ധനനഷ്ടവും മാനനഷ്ടവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നറിയുക. എന്ന് വെച്ച് സുഹൃത്തുക്കളായിട്ട് കൂടണ്ടെന്നല്ല, അവരെയൊക്കെ ഒരു മാർജിനിട്ട് നമ്മൾ നിർത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പൂർണ്ണമായ അഭിപ്രായമില്ലാത്ത കാര്യങ്ങളിൽ അവരുമായി സഹകരിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ചില അപകടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കൾ പറയുന്നതെന്ന് അറിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ സഹകരിക്കാതെ മാറി നിൽക്കാനുമുള്ള ഒരു കരുതല് ഈ തിരുവോണം നാളുകാരെടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം പൊതുവെ തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലം തന്നെ ആണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് കടന്നു പോകുന്നത്. തൊഴിൽ മേഖലയിൽ ധനനഷ്ടം വരാവുന്നത് കൊണ്ട് പുതിയ കാര്യങ്ങളിലൊന്നും തൊഴിൽ രംഗത്ത് പരീക്ഷിക്കരുത്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ വികസന പ്രവർത്തനം നടത്തുവാൻ അനുകൂലമായ സമയം അല്ല ഈ വർഷം എന്നറിയുക. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സംഭാഷണത്തിൽ കരുതലും നിയന്ത്രണവും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. സുഹൃത്തുക്കളുമായി ശത്രുതയും അകൽച്ചയും വരാവുന്ന സമയമാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അവിട്ടം നക്ഷത്രക്കാര് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ചതയം നക്ഷത്രത്തിന്റെ ഫലമാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുത്തുന്ന ഒരു വർഷമായിരിക്കും വിഷുഫലവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉണ്ടാകുക. ബിസിനസ് രംഗത്തുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ചതയം നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം. കുടുംബ ബന്ധങ്ങളും തകരാറിലാകാതിരിക്കാൻ വളരെയധികം കരുതലും ശ്രദ്ധയും വേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇവർക്ക്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതേപോലെ അവിചാരിതമായി ഉണ്ടാകുന്ന രോഗങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വളരെയധികം പ്രയാസങ്ങളും ഈ നാളുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്നറിയുക. അടുത്ത നക്ഷത്രം പൂരുട്ട നക്ഷത്രം. ഗുണപരമായ വർഷം തന്നെയാണ് ഈ വർഷം. പുതിയ തൊഴിൽ മേഖലകളിൽ കൂടുതൽ നേട്ടങ്ങള്, തൊഴിലിൽ അപ്രതീക്ഷിത ഗുണാനുഭവത്തോടു കൂടിയ മാറ്റങ്ങള്, കുടുംബത്തിൽ സമാധാനം, ഇതൊക്കെ ഈ വർഷം ഉണ്ടാകും. അപ്രതീക്ഷിത ധനാഗമവും പ്രതീക്ഷിക്കാം. ജനങ്ങളുടെ ഇടയിൽ പ്രീതി നേടുവാൻ ഈ വർഷം ഇവർക്ക് കഴിയും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് കുറച്ചുകൂടി വിപുലീകരിക്കാൻ കഴിയുന്ന വർഷവും കൂടിയാണ്. നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തെ കുറിച്ച് ചിന്തിക്കാം. പൊതുവെ അനുകൂലമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ മനസ്സ് വച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഇത്. അതേപോലെ മക്കളിൽ നിന്നാണെങ്കിലൊക്കെ അനുകൂലമായ ഒരു നിലപാടുകൾ നിങ്ങൾക്കുണ്ടാകും. ശ്രദ്ധിച്ചാൽ ധനപരമായും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷുഫലമാണ് ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം. പുതിയ വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയവും കൂടെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ഗ്രഹനിർമ്മാണ രംഗത്തുള്ള പല തടസ്സങ്ങളും വർദ്ധിക്കുന്നതിനാണ് ഈ സമയത്ത് സാധ്യത. അതുകൊണ്ട് ഗ്രഹനിർമ്മാണ രംഗത്തൊക്കെ കുറച്ച് സൂക്ഷ്മത ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. അപമാനം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷയം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം അഗ്നിസംബന്ധമായും ആയുധ സംബന്ധമായും ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവര്, തൊഴിൽ രംഗത്തുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കാം. അപകടകരമായ തൊഴിൽ രംഗത്തുള്ളവർ ശ്രദ്ധിക്കാം. പിന്നെ ത്വക്ക് രോഗം, അലർജി രോഗം ഇതൊക്കെ ഉണ്ടാകാവുന്ന ഒരു വർഷമാണിത്.
എന്തിനും ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാകും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവും. പുതിയ തൊഴിൽ മേഖല ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാകാവുന്ന വർഷമാണ് രേവതി നക്ഷത്രക്കാർക്ക്. എങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ ഇടപെട്ട് മനസ്സറിയാത്ത അപവാദവും ഒക്കെ തൊഴിൽ രംഗത്തും ഉണ്ടാകാം. അങ്ങനെ തൊഴിൽ നഷ്ടവും ഒക്കെ സംഭവിക്കാവുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെടുക, ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക. ഒരു ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ വർഷം ഗുണപരമായി തന്നെ. അതെ. അപ്പോ ഇതാണ് നമ്മുടെ വിഷുഫലം നിങ്ങൾക്കായി തരാനുള്ളത്. ഈ വിഷുഫലത്തില് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജാതകവുമായുള്ള കണക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജാതകത്തില് ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ ഇതിൽ ഗുണഫലമാണ് എന്ന് കരുതി കൂടുതൽ ഗുണമുണ്ടാകും എന്നൊന്നും ചിന്തിക്കരുത്. ജാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓരോ വ്യക്തികളുടെയും ഫലങ്ങൾ പോകുന്നത്. പക്ഷെ ആ ജാതക ഫലത്തെയും ഈ വിഷുഫലവും നക്ഷത്ര ഫലവും ഒക്കെ സ്വാധീനിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷുഫലത്തിനും നക്ഷത്ര ഫലത്തിനും ഒക്കെ ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായത്. അപ്പോ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയുവാനുള്ളത്, ഈ വിഷുഫലത്തിലെ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില് പരിഹാര കർമ്മങ്ങളും യന്ത്രധാരണവും ഒക്കെ ചെയ്താൽ ആ ദോഷങ്ങൾ മാറും. പക്ഷെ അത് ജാതകത്തിന് അനുകൂലമായ യന്ത്രങ്ങളായിരിക്കണം. ഒരുപാട് യന്ത്രങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അത് ഏത് ധരിക്കണം എന്നറിയണമെങ്കിൽ അത് ജാതകം പരിശോധിപ്പിച്ച് നോക്കിയിട്ട് അതിനനുകൂലമായത് ധരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു യന്ത്രം ധരിച്ചാൽ ഫലമൊന്നും ഉണ്ടാവില്ല. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പൂജ ചെയ്യുന്നുവെങ്കിൽ അത് ജാതകത്തിനകത്ത് ദശാപകാര കാലങ്ങളിലും അതേപോലെ ഇപ്പോഴത്തെ ആ അവസ്ഥകളെല്ലാം കണക്കിൽ കൂട്ടിക്കൊണ്ടുള്ള അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള പരിഹാര കർമ്മങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ജാതകം പരിശോധിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതില് പരിഹാര കർമ്മങ്ങൾ എന്ന രീതിയിൽ നിർദ്ദേശിക്കാത്തത്. പിന്നെ ഒരു പൊതു പരിഹാര കർമ്മം എന്ന രീതിയിൽ പറയുന്നത്, നിങ്ങൾ നിത്യവും ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടദേവതയുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾ ആ ഇഷ്ടദേവത ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഇഷ്ടദേവതയുടെ നാമജപമൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നാമജപവും ക്ഷേത്ര ദർശനവും ഒക്കെ വളരെ നന്നായി നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ